നമസ്കാരം ഗൈസ്. ഇത് ഞാൻ മാലയിൽ കോർക്കാൻ മുത്ത് മേടിച്ചതല്ല. ഇത് സപ്ലൈക്കോന്ന് വാങ്ങിച്ച ഗ്രീൻ പീസാണ്. ഈ ഗ്രീൻ പീസിൽ ഓട്ടയില്ലാത്ത ഒരു ഗ്രീൻ പീസ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇത് പഴയ ഗ്രീൻ പീസൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് ഇതിലിരുന്ന് ഇങ്ങനെ കേടായതാണെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് ഗ്രീൻ പീസിൽ ആ പ്രാണി വന്ന് തുളച്ചതിൻ്റെ പൊടി ഉണ്ടാവേണ്ടതാണ്. ഇതിൻ്റെ അടിവശത്ത് നോക്കിയപ്പോൾ യാതൊരുവിധ പൊടികളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പം അത് പൊടിയൊക്കെ പിടിച്ച് മോശമായ ഗ്രീൻ പീസ് വൃത്തിയാക്കിയതിന് ശേഷം പുതിയ പാക്കറ്റിലിട്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ സപ്ലൈക്കോന്ന് മേടിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഇത്രയും മോശപ്പെട്ട അതിനകത്തൊക്കെ കൂടുകൂട്ടി പ്രാണികൾ ജീവിക്കുന്നുണ്ട്, അറിയാമോ? കണ്ട ഇടയ്ക്ക് ഏലിയൻ്റെ തലയൊക്കെ പോലെ തോന്നും. ഈ ഗ്രീൻ പീസാണ് നമ്മൾ ഓരോ മലയാളികൾക്കും കിട്ടുന്നത്. കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫുഡ് അതോറിറ്റീസ്, ഫുഡ് ഇൻസ്പെക്ടർ, എനിക്ക് അതിനെപ്പറ്റി വലിയ പിടുത്തമില്ല. എനിവേയ്സ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. സപ്ലൈക്കോന്ന് വരുന്ന നാട്ടുകാർക്ക് കൊടുക്കുന്ന ഫുഡ് മീൻസ് ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ചെക്കിങ് വേണ്ടതാണ്. ഇത് നോക്കിയേ, ഈ വെള്ളത്തിലിട്ട് ഞാൻ കാണിച്ചത് തരാം. ഇത് കണ്ടോ, ആ പറക്കുന്ന പ്രാണിയുണ്ട്. അത് നിങ്ങളുടെ നാട്ടിലെന്താ പറയുകയെന്നറിയില്ല. ഇത്രയും മോശപ്പെട്ട ഒരു ഗ്രീൻ പീസ് വെച്ച് എങ്ങനെ കറി വെക്കും? ഇങ്ങനെ കണ്ട ശരിക്കും ഏലിയൻ അല്ലെങ്കിൽ മാലയുടെ മുത്ത് പോലെയൊക്കെ തോന്നുന്നു. ഇതൊരു ഗ്രീൻ പീസായിട്ട് തോന്നുന്നു പോലുമില്ല. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം മോശപ്പെട്ടതാണ്. ഇത് ഒരെണ്ണം ഞാനെടുത്തത്, ഒരെണ്ണത്തിൽ ഒരു കുത്തൊന്നുമല്ല, ഒരു കുഴിയൊന്നുമല്ല, 2-3 തുളയാണ്. ഇത്രയും തുളയുള്ള മോശപ്പെട്ട ഒരു ഗ്രീൻ പീസ് സപ്ലൈക്കോൻ്റെ കവറിലിട്ട് വീണ്ടും നാട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അവരിതൊന്നും ശ്രദ്ധിക്കില്ല എന്ന് കരുതിയിട്ടാണോ, അതോ ശ്രദ്ധിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതെന്തായാലും മോശമായിപ്പോയി. ഇത് കഴിക്കാൻ കൊള്ളുകയില്ല.